ഒരു 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 5-6 ഗ്രാമ്പൂവിൻ്റെ പീസ്, ഒരു 5-6 ഗ്രാമ്പൂവിൻ്റെ പീസ് ഇതിലേക്ക് ആഡ് ചെയ്യണം. അതിനുശേഷം ഞാൻ ആഡ് ചെയ്യുന്ന ഇതുപോലെ തന്നെ സെയിമായിട്ട് ഒരു 5-8 എണ്ണം നമ്മുടെ കുരുമുളക്. ഓക്കെ, ഈ കുരുമുളക് സ്പൈസി ആയിട്ടുള്ള കുരുമുളക് കൂടി നമുക്ക് കുറച്ച് ആഡ് ചെയ്യുന്നു. നമ്മളിടുന്ന ഗ്രാമ്പൂവിൻ്റെ അളവ് ഒരല്പം കൂടിപ്പോയാൽ ഒരു കുഴപ്പമില്ല. ഇനി നമുക്ക് വേണ്ട നമ്മൾ 1/2 ഗ്ലാസ് വെള്ളം കൂടി ഇതിലേക്ക് ആഡ് ചെയ്യാം. നേരത്തെ നമ്മൾ 1 ഗ്ലാസ് വിനാഗിരിയാണ് ആഡ് ചെയ്തത്. അപ്പോൾ നമുക്ക് അതിലേക്ക് 1/2 ഗ്ലാസ് വെള്ളം കൂടി നമുക്ക് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്യാം. ഇനി നമുക്കിത് ശരിക്ക് ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഒരു 5 മിനിറ്റ് ശരിക്ക് ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു അല്പം കൂടി സാൾട്ട് കൂടി ഇടാം. ഏകദേശം 1 ടേബിൾ സ്പൂൺ കണക്കിൽ സാൾട്ട് കൂടി നമുക്ക് ആഡ് ചെയ്യാം. അതായത് നമ്മുടെ സാധാരണ ഉപ്പ്. ശരിക്ക് ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ശരിക്ക് ഒന്ന് തിളയ്ക്കുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഏകദേശം ബോയിലായ ശേഷം ഒരു 5 മിനിറ്റ് ശരിക്കും ഒന്നുകൂടി നമുക്ക് ബോയിലാക്കേണ്ടതുണ്ട്. നമുക്കിതൊന്ന് അടച്ചു വെക്കാം. അപ്പോൾ ഇതാ ഏകദേശം തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇതാ ഇപ്പം നമുക്ക് കാണാം ശരിക്കും തിളയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു 5 മിനിറ്റ് ശരിക്കും ഒന്ന് ബോയിലാവണം. ഓക്കെ, ഇതിപ്പോൾ ജസ്റ്റ് തിളച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ 5 മിനിറ്റ് കൂടെ ഇതുപോലെ ശരിക്കും ഒന്ന് ബോയിലാകുന്ന വരെ വെയിറ്റ് ചെയ്യാം. അതിനുശേഷം നമുക്കിത് തീ ഓഫ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് 5 മിനിറ്റ് കൂടി ശരിക്ക് ബോയിലായിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് ആവശ്യമുള്ളത് ഇതുപോലൊരു എംറ്റി ബോട്ടിലാണ്. ഈ ബോട്ടിൽ ശരിക്ക് കഴുകി വൃത്തിയാക്കണം. അതിനുശേഷം സ്റ്റെറിലൈസ് ചെയ്ത് എടുത്തിരിക്കണം. സ്റ്റെറിലൈസ് ചെയ്തെന്ന് വെച്ചാൽ നമുക്ക് ഒരല്പം ശരിക്ക് തിളച്ച വെള്ളത്തിൽ ഇത് മുക്കി ഒരു 5 മിനിറ്റ് നേരം ശരിക്ക് ഇടുക. അതിനുശേഷം എടുക്കുക. ഇതിൻ്റെ ക്യാപ്പ് ഉൾപ്പെടെ അങ്ങനെ ചെയ്യണം. ഇത് ലോങ് ആയിട്ട് ഇരിക്കേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് ഒരു തരത്തിലുള്ള ബാക്ടീരിയ കാര്യങ്ങളൊന്നും കയറാൻ പാടില്ല. അങ്ങനെ കയറിയാൽ ഇത് പൂത്തുപോകും, നമുക്ക് ഉണ്ടാക്കുന്നതിന് ഗുണം കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് പൂർണ്ണമായിട്ടും സ്റ്റെറിലൈസ് ചെയ്യുക. അത് ഒരിക്കലും മറക്കരുത്. ജസ്റ്റ് കഴുകിയെടുത്താൽ മാത്രം പോരാ, പ്രോപ്പറായിട്ട് തിളച്ച വെള്ളത്തിൽ ഒരു 5 മിനിറ്റ് നേരം ഒന്ന് എടുത്ത് ഒന്ന് ഉണക്കിയെടുത്താൽ മതി. ഓക്കെ, അപ്പോൾ ഇതുപോലെ നമുക്ക് ഒരു ബൗൾ എടുക്കാം. അതിലേക്ക് നമ്മൾ തൊലി കളഞ്ഞ് വെച്ചിരിക്കുന്ന നമ്മുടെ ഈ ഉള്ളി ഇതിലേക്ക് ആഡ് ചെയ്യാം. അപ്പോൾ ഞാൻ ഈ കുപ്പിയിലേക്ക് മൊത്തത്തിൽ എല്ലാ ഒനിയനും ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതിലേക്ക് ഒരല്പം ഷുഗർ ഇടാം. അതായത് പഞ്ചസാര ഒരല്പം മതി. ഈ വിനാഗിരിയുടെ ഒക്കെ ഒരു ഫ്ലേവർ ഒന്ന് പോകാൻ വേണ്ടി, ഒരുപാട് കുത്തൽ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ഒരല്പം ഷുഗർ ഇടാം. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഷുഗറിന് പകരം നിങ്ങൾക്ക് നമ്മുടെ ശർക്കര ഒരല്പം ഇട്ടാലും മതി. അങ്ങനെ ഇട്ടാലും കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ ജസ്റ്റ് അതൊന്ന് ഇട്ട ശേഷം വേണമെങ്കിൽ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് കുലുക്കാം. അപ്പം മൊത്തത്തിലായിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ട നമ്മളിവിടെ തിളപ്പിച്ച് വെച്ചിരിക്കുന്ന ഈ വിനാഗിരി. ഓക്കെ, ഈ ഒരു വിനാഗിരിയുടെ ഈ വെള്ളം നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. വേണമെങ്കിൽ നമുക്ക് ഒരു